ഇന്നാണെങ്കിൽ ഉച്ചക്കത്തേക്ക് നമുക്ക് മീനൊന്നും കിട്ടിയില്ലാന്നേ. അതുകൊണ്ട് തന്നെ നല്ല വിഷമത്തിലാട്ടോ. മീനുണ്ടെങ്കിൽ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. മീൻ വെട്ടിത്തരാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും ജോലിയില്ലല്ലേ. എനിക്കാണെങ്കിൽ വെട്ടിത്തരാൻ അമ്മയുള്ളതുകൊണ്ട് മീൻ വെട്ടിത്തന്നു കഴിഞ്ഞാൽ ഞാനത് കറിയും വെച്ച് വറക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു വെഴുക്കോട്ടെ തോരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യം കുശാല്, വലിയ ജോലിയില്ലാന്നേ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ വെക്കാന്ന്. അങ്ങനെ 2 ദിവസം മുന്നേ വാങ്ങിച്ച കുറച്ച് പച്ചക്കറി ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാര്യം ഓർത്ത് ഞാൻ വിചാരിച്ച് തട്ടിക്കൂട്ടിയിട്ട് സാമ്പാർ അങ്ങ് വെക്കാം. സാമ്പാർ പൊടിയില്ല, സാമ്പാർ വെക്കാൻ വേണ്ടി കഷ്ണങ്ങൾ റെഡി, കുക്കർ റെഡി. ഞാനാണെങ്കിൽ കഷ്ണങ്ങൾ അമ്മയെ കൊണ്ട് അരിയിക്കാൻ വെച്ചു. ഇനി പരിപ്പിൻ്റെ കാര്യത്തിലുള്ളൂ കേട്ടോ സംശയം. പരിപ്പുണ്ടോ ഞാൻ അവിടെ ഇവിടെ എല്ലാം തപ്പി നോക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പോയി കേട്ടോ. ഞാനാണെങ്കിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അമ്മയോട് അരിയാനും പറഞ്ഞു. അമ്മ അരിയാനും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പരിപ്പ് അവസാനം കണ്ടു കിട്ടി കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ സാമ്പാറിനകത്ത് കുറച്ചധികം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ കായവും കൂടി ഇട്ട് നന്നായിട്ട് അത് വേവിച്ചെടുത്തു കേട്ടോ കുക്കറിയിട്ട്. പിന്നെ ഒരു പാത്രം വെച്ച് കടുക് വറുത്ത് കുറച്ചധികം ചുവന്നുള്ളിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലോട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.